ഗോവിന്ദസ്വാമി ഇത്ര പ്രിയപ്പെട്ട ആളാണെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. സർക്കാരിന് അയാൾക്ക് എന്തെല്ലാം സൗകര്യം കൊടുത്തു അയാള് 1.5 മാസം കൊണ്ട് ഇത്രയും വലിയ ഒരു കുറ്റവാളി ജയിലിൽ കിടക്കുമ്പോൾ അയാൾ 1.5 മാസം കൊണ്ട് ബ്ലേഡ് വെച്ച് ഇത് മുറിച്ചുകൊണ്ടിരുന്നു. ആരും അറിഞ്ഞില്ല, ക്യാമറയിലും കണ്ടില്ല. ഗോവിന്ദസ്വാമിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരുന്നു അതിന്റെ അകത്ത്. പിന്നെ ഈ തുണിയൊക്കെ ഈ ജയിൽ ഇത്രയും വലിയ സംഭവമാണെന്ന് പുറത്താരും അറിയണ്ട. ഇത്രയും നല്ല ബെഡ്ഷീറ്റൊക്കെ ജയിലിൽ കിട്ടുമെന്ന്. എന്തൊരു നല്ല ബെഡ്ഷീറ്റ്, എത്ര ബെഡ്ഷീറ്റുകൾ, മനോഹരമായ ബെഡ്ഷീറ്റുകൾ. ഇത് കുട്ടി കെട്ടി ചാടാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല പാന്റ്, നല്ല ഷർട്ട്, ഒരു ഷർട്ടല്ല പല കളറിലുള്ള ഷർട്ടുകൾ. എത്ര ഷർട്ടും എത്ര ഇതൊക്കെ ഇട്ടാണ് ഇയാൾ ഈ ജയിലിൽ ആടിയത്. ഈ ഒരു കൈ മാത്രമുള്ള സ്വാധീനമുള്ള ആൾ ഇത്രയും പൊക്കത്തിൽ കൂടി ജയിലിൽ ആടി. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ടാർസന്റെ സിനിമയെ പോലും ഈ ചാട്ടം കണ്ടിട്ടില്ല. യഥാർത്ഥ ടാർസൻ പോലും ഇതുപോലെ ചാടിയിട്ടില്ല. അദ്ദേഹമൊക്കെ ഇങ്ങനെ ഊഞ്ഞാലും വന്ന് ആടുന്ന പോലെ ഇങ്ങനെ വള്ളിയൊക്കെ പിടിച്ച് മരത്തും വന്ന് ഇങ്ങനെ ചാടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ മതിൽ ടാർസൻ സിനിമയെ പോലും ചാടിയിട്ടില്ല. എന്താ നടക്കുന്നത് ജയിലിലൊക്കെ? എന്താ നടക്കുന്നത്? കൊടും കുറ്റവാളിയെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണിത്. കൊടും കുറ്റവാളിയെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. അരമണിക്കൂർ കൂടുമ്പോ വാടാൻ നോക്കാം. എന്നിട്ടാണ് ഇയാൾ ചാടി പോയിരിക്കുന്നത്. എന്നിട്ട് 5 മണിക്കാണ് 7 മണിക്കാണ് പോലീസിനെ അറിയിച്ചത്. ആ സീക്വൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പിക്കരുത്. സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ്. എല്ലാം സിസ്റ്റം പോയിരിക്കുക. തടവ് പുള്ളികൾ ഇതിനു മുമ്പ് ചാടിയിട്ടുണ്ട്. ഇത് ചാടിയത് എങ്ങനെയാണ്? അതിന് ന്യായീകരണമൊന്നുമില്ല. തടവ് പുള്ളികൾ ലോകത്തെ എല്ലായിടത്തും പാരീസിലെ ബാസിലെ ജയിലിൽ നിന്ന് വരെ ചാടിയിട്ടുണ്ട്. അതല്ല, തടവ് പുള്ളികൾ ചാടണല്ലോ വാർത്ത. ഇതുപോലത്തെ ഒരു കൊടും കുറ്റവാളി കണ്ണൂർ ജയിലിൽ നിന്ന് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കി ചാടിയത് അയാൾ ഒറ്റയ്ക്ക് ചെയ്തതാണോ? എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് അകത്ത് ചെയ്തു കൊടുത്താണ്. അവിടെ നടക്കുന്നത് ഇതാണ്. അതാണ് നടക്കുന്നത്. അതിന് ഒരു ന്യായീകരണവും വേണ്ട. അതൊന്നും ഒരു ന്യായീകരിക്കുകയും വേണ്ട. അതൊക്കെ ന്യായീകരണ തൊഴിലാളികൾക്ക് ക്യാപ്സൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുത്താൽ മതി. നമ്മളോട് പറയണ്ട. ആ ക്യാപ്സൂളൊന്നും വേണ്ട. ഇത് സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ്. സിസ്റ്റം പോയി. ഈ സിസ്റ്റം ഇല്ല. ഔട്ട്ഡേറ്റഡ് ആയ കാലഹരണപ്പെട്ട സർക്കാരാണിത്. ലോകം എവിടെയാണ് എന്നറിയാത്ത കാലഹരണപ്പെട്ട സർക്കാരാണിത്. അത് അറിയാം. വേറെ വല്ലതും ഉണ്ടോ? അദ്ദേഹത്തോട് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഞാൻ 25 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്നു. എന്റെ നിയോജക മണ്ഡലത്തിൽ 52% വോട്ടർമാർ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. 52%. ഞാൻ റെപ്രസെന്റ് ചെയ്യണ കമ്മ്യൂണിറ്റി 4ാം സ്ഥാനത്ത് 5ാം സ്ഥാനത്തായിട്ടാണ് എന്റെ നിയോജക മണ്ഡലത്തിൽ. 52% വോട്ട്. 2 ലക്ഷം വോട്ടുള്ളപ്പോൾ 1,04,000 വോട്ട്. എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ എന്റെ നിയോജകമണ്ഡലത്തിലെ ആളുകളാണല്ലോ. മനസ്സിലായില്ലേ? ഞാൻ ഏത് വിരോധം പറഞ്ഞേക്കണം. ഞാൻ ശ്രീനാരായണീയനും കൂടിയാണ്. ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്ന ഒരാളും അദ്ദേഹത്തിന്റെ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ ശ്രീനാരായണ പ്രചാരകൻ കൂടിയാണ് ഞാൻ. ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നെന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയുള്ളൂ. ഗുരുദേവൻ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിന്റെ നേതാക്കളാണെങ്കിലും വർഗീയത പറഞ്ഞാലും ഞാൻ പറയും, ഞങ്ങൾ പറയും. വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷ ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചാലും ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും. അതിനെതിരെ പറഞ്ഞിരിക്കും. ഒരു സംശയവും വേണ്ട. അത് തെരഞ്ഞെടുപ്പൊന്നും ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല. തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. സംശയം എന്താ? ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ 100-ലധികം സീറ്റോടുകൂടി ടീം UDF അധികാരത്തിൽ വരുകയും ചെയ്യും. അതിന് എല്ലാവരുടെയും പിന്തുണയും വേണം.